രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ ലൈംഗിക പീഡനക്കേസിലെ പരാതിക്കാരിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയതിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ. തിരുവനന്തപുരം സൈബർ പോലീസാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തത്. കോൺഗ്രസ് നേതാക്കളായ സന്ദീപ് വാര്യർ, രഞ്ജിത പുളിക്കൽ എന്നിവരെ അടക്കം പ്രതിയാക്കിയാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തത്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്തു നിന്നും. ആതിര, പരാതിക്കാരിയെ അധിക്ഷേപിച്ച് അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പരാതിക്കാരിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയതടക്കമാണല്ലോ കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയത്. നാളെ മാത്രമേ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കൂ. ഏതൊക്കെ വകുപ്പുകളാണ് ആതിര ചുമത്തിയിട്ടുള്ളത്? വിവരങ്ങൾ എന്താണ്? അശ്വതി, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ പരാതി നൽകിയ യുവതി ഇത്തരത്തിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 5 പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ സൈബർ ഇടങ്ങളിൽ ഈ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ ഇപ്പോൾ 5 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പത്തനംതിട്ട മഹിളാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രഞ്ജിത പുളിക്കൽ ഉൾപ്പെടെ സന്ദീപ് വാര്യർ, KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ടാണ് നിലവിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സുപ്രീംകോടതി അഭിഭാഷകയായിട്ടുള്ള അഡ്വക്കേറ്റ് ദീപ ജോസഫ് തുടങ്ങിയവരെ ഉൾപ്പെടെ ഈ കേസിൽ പ്രതികളാണ്. നിലവിൽ ഏതായാലും രാഹുൽ ഈശ്വറിനെ വീട്ടിലെത്തി ഏകദേശം വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് രാഹുൽ ഈശ്വറിന്റെ വീട്ടിലെത്തി പോലീസ് ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. ആ ചോദ്യം ചെയ്യലിനൊടുവിൽ ആദ്യഘട്ടത്തിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരം മാത്രമാണ് കേസെടുത്തിരുന്നെങ്കിൽ പിന്നീട് BNS 75(3) വകുപ്പ് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമെന്നാണ് കരുതുന്നത്. അതിനുശേഷം നാളെ രാവിലെ 11 മണിയോടുകൂടിയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. അതിനുശേഷമായിരിക്കും പിന്നീട് ഈ ജാമ്യം ലഭിക്കുമോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ ഏതായാലും ലഭ്യമാക്കുക. നിലവിൽ ഏതായാലും 5 പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരാതി നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ പരാതിയിൽ കൃത്യമായ രീതിയിൽ 5 URL-കൾ ഈ ലിങ്കുകൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് യുവതി പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ 5 പേരെ പ്രതി ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ കേസിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് നേതാക്കളായ സന്ദീപ് വാര്യർ, രഞ്ജിത പുളിക്കൽ എന്നിവരെ അടക്കം പ്രതിയാക്കിയാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തത്. അങ്ങനെയെങ്കിൽ ഈ സന്ദീപ് വാര്യരെയോ രഞ്ജിത പുളിക്കലിനെയോ ഒക്കെ ചോദ്യം ചെയ്യാനോ കസ്റ്റഡിയിലെടുക്കാനുള്ള സൂചന എന്തെങ്കിലും ഉണ്ടോ? അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അശ്വതി, നിലവിൽ ഏതായാലും ഈ 5 പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരെ കസ്റ്റഡിയിൽ എടുക്കുമോ, ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. പക്ഷേ നിലവിലെ ഒരു പശ്ചാത്തലത്തിൽ ഈ സന്ദീപ് വാര്യറെ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാൻ ഒരുപക്ഷെ ഈ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ നാളെയോടുകൂടി ഇവരെ ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കാനുള്ള ഒരു സാധ്യതയും നിലവിൽ ഏതായാലും ഈ സൈബർ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങളിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സന്ദീപ് വാര്യർ, അതുപോലെ തന്നെ ദീപ ജോസഫ് തുടങ്ങിയവരെ ഉൾപ്പെടെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം സുപ്രീം കോടതിയുടെ കൃത്യമായ ലംഘനമാണ് നടന്നിരിക്കുന്നത്. ഈ യുവതിയുടെ പേരോ അല്ലെങ്കിൽ ആ പേര് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള യാതൊരുവിധ വിവരങ്ങളും പുറത്ത് പറയരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ആ നിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രതി ചേർത്തിട്ടുള്ളവർ ഈ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു അതിക്രമം യുവതിക്ക് നേരെ നടത്തിയത് എന്നാണ് പരാതിയിൽ സൂചിപ്പിക്കുന്നത്. കൃത്യമായ രീതിയിൽ അതിന്റെ തെളിവ് സഹിതമാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മറ്റു പ്രതികളെ ഉൾപ്പെടെ സന്ദീപ് വാര്യരെയും അതുപോലെ തന്നെ രഞ്ജിത പണിക്കർ ഉൾപ്പെടെയുള്ളവരെ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയും നിലവിൽ ഏതായാലും കാണുന്നുണ്ട്. ശരി ആതിര, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക പീഡനക്കേസിലെ പരാതിക്കാരിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയതിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരിക്കുന്നു. തിരുവനന്തപുരം സൈബർ പോലീസാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തത്. കോൺഗ്രസ് നേതാക്കളായ സന്ദീപ് വാര്യർ, രഞ്ജിത പുളിക്കൽ എന്നിവരെ അടക്കം പ്രതിയാക്കിയാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തത്. പരാതിക്കാരിയെ അധിക്ഷേപിച്ച് അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ പരാതിക്കാരിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയതടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി നാളെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും ആതിര രാധാകൃഷ്ണൻ നൽകിയത്.